നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഫെബ്രുവരി മാസത്തെ പുണർദ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. പുണർദ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. കാരണം സർവാഭിഷ സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നു. ഭാഗ്യാധിപതിയായിരിക്കുന്ന ശരി ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ദൈവാധീനം, ദീർഘായുർയോഗം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. കർമാധിപതിയാണ് ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. അതേപോലെ തന്നെ ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊക്കെ നല്ല ടൈംസിന് മുന്നോട്ട് പോകാൻ, കുടുംബത്തിൽ സ്വസ്ഥതയോ സമാധാനം ഉണ്ടാകാനും യോഗമുണ്ട്. എന്നാൽ 4ാം ഭാവത്തിൽ കേതുവും 4ാം ഭാവാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൗകര്യത്തിന് വേണ്ടി ചേർക്കലുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വീട് വിട്ട് നിൽക്കാനാണ് യോഗം. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവം, സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കാരണം 4ാം ഭാവത്തിൽ ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ 10ാം ഭാവത്തിൽ അമൃതവശഖണ്ഡകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്ന കാരണം തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മുടക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. കാരണം അഷ്ടമത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ പേരുദോഷം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. ലഗ്നാധിപതിനെ അഷ്ടമത്തിലാണ് ചൊവ്വയോട് ചേർന്നാണ് എടുത്തിയേട്ടം കൂടുക, തലവേദന ഉണ്ടാകുക. നല്ലതെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളും ദോഷമാകുക. അശ്രദ്ധയോട് കൂടിയിട്ടുള്ള പെരുമാറ്റവും സംസാരമൊക്കെ ദോഷമായിട്ട് വരാനിട വരിക. ഇപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് യോഗമുള്ള സമയം കൂടിയാണ്. അപ്പോൾ അത് കാരണം പ്രത്യേകം ശ്രദ്ധിക്കുകയും സ്ത്രീ സംബന്ധമായിരിക്കുന്ന വിഷയത്തിലും വാഹന സംബന്ധമായിരിക്കുന്ന വിഷയത്തിലും പ്രത്യേക ശ്രദ്ധ വയ്ക്കുകയും യാത്രകൾ വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യുകയും അനാവശ്യ യാത്രകൾ പരമാവധി കുറയ്ക്കുകയും ചെയ്താൽ ഈ മാസത്തിൽ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ച് യോഗമുണ്ട്. അധ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് സർവീസ് മേഖലയിലുള്ള തൊഴിലെടുക്കുന്നവർക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. അപ്പോൾ അനുകൂലമായിരിക്കുന്ന കുറേ ഗുണഫലങ്ങളുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ദോഷഫലങ്ങൾ ഉള്ളത് കാരണം കൊണ്ട് ശ്രദ്ധിക്കണം. ദേഷ്യം, എടുത്തിയാട്ടം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ടും സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ നിന്നും മനഃപൂർവ്വം മാറി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെയാണ് സാഹസികമായിട്ടുള്ള യാത്രകളിൽ നിന്നും വിട്ടു നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, ദേവീ ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട്, ഗണപതി ഹോമം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരം വരുത്താനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു മാസമാണ്. നടുവേദന പോലെയുള്ള ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾ, തലവേദന, ദേഷ്യം, എടുത്തിയാട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ട് എടുത്തിയാട്ടം കുറയ്ക്കുക. മറ്റു രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറുകാർക്ക് 10ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കുറച്ച് ചെറിയ പ്രതിസന്ധികൾ, കാരണം പ്രിയകലഹോസ്തകത എന്ന് പറയുന്ന യോഗം ഉള്ളത് കാരണം കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സൗന്ദര്യപ്പിണക്കം പോലെയുള്ള പ്രശ്നങ്ങൾ. അതുമാത്രമല്ല, അവിടെ ചൊവ്വ രുചകായോഗം ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ഉത്സാഹ, ശൗര്യ, ധനസാഹസവ എന്ന് പറയുന്ന യോഗം ഉള്ളത് കാരണം ഉത്സാഹം വർദ്ധിക്കും, ശൗര്യം വർദ്ധിക്കും. അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ സഹായം കിട്ടാനായിട്ട് യോഗമുണ്ടെങ്കിലും സഹായികളുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധിക്കണം. അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്ന. ചെറിയ ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനും സാമ്പത്തികമായിരിക്കുന്ന ജെരുക്കം ഉണ്ടാകാനും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ വരാനും കൂടി യോഗമുള്ള ഒരു സമയം കൂടിയാണ്. അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ധനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്താൽ ഈ മാസത്തിൽ നല്ല പ്രാർത്ഥനാ വഴിപാടൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ടും മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനായിട്ടും ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് പുണർദ നക്ഷത്രക്കാർക്ക് നല്ല യോഗം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.